നമ്മുടെ ചലഞ്ചിലേക്ക് പുതിയ ഒരു ടൈപ്പിന് വേണ്ടി ഒരു യാത്ര പോവുകയാണ്. വെൽക്കം ടു ഡേ 113 ഓഫ് ബിൽഡ് എ ഡ്രീം ഹൗസ് ഇൻ 730 ഡേയ്സ്. നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ളതും എനിക്ക് അറിയാവുന്നതുമായ പലരും ബാംഗ്ലൂരും മംഗലാപുരവും ഒക്കെ കോളേജ് അഡ്മിഷനും മറ്റുമൊക്കെ എടുത്ത് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ കോളേജ് അഡ്മിഷന്റെ പേരിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നും ഏജന്റ് സ്കാം പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ജെന്യൂൻ ആയിട്ടുള്ള കോളേജ് അഡ്മിഷനും ഏജന്റിനെയും ഒക്കെ കിട്ടാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നും മനസ്സിലാക്കിയത് കൊണ്ട് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫേം ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി കഴിഞ്ഞ ഒരു മാസമായി കോളേജുകളുമായും എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായും ടൈപ്പ് ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം അതിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി വന്നിരിക്കുകയാണ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി കോഴിക്കോട് വരെ ഒന്ന് പോകണം. അങ്ങനെ വീട്ടിൽ നിന്ന് അതിരാവിലെ തന്നെ പുറപ്പെട്ടു. ബസ്സിലാണ് പോകുന്നത്. കോളേജ് അഡ്മിഷന്റെ കാര്യങ്ങൾ എന്നതിനപ്പുറം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഈ യാത്രയിലുണ്ട്. അതെന്താണെന്ന് പിന്നീട് പറയാം. പോകുന്ന വഴിയിൽ ചില വണ്ടികൾ കൂടി നോക്കാൻ ഉള്ളതുകൊണ്ട് ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുകയും അവിടെ നിന്ന് വണ്ടി നോക്കാൻ വേണ്ടി നമ്മളെ ഒരാൾ കൊണ്ടുപോയെങ്കിലും വണ്ടി അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എടുത്തില്ല. പിന്നെ വീണ്ടും അവിടെ നിന്ന് അടുത്ത ബസ്സിൽ കയറി യാത്ര തുടർന്നു. പെരുമ്പാവൂരിൽ നിന്ന് അടുത്ത വണ്ടിയും നോക്കാനുണ്ടായിരുന്നു. എന്നാൽ അതും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എടുത്തില്ല. അപ്പോഴേക്കും വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തത് കൊണ്ട് അവിടെ നിന്ന് നല്ല രീതിയിൽ ഫുഡ് അടിച്ചു. ശേഷം അവിടെ നിന്ന് വീണ്ടും നേരെ വിട്ടു. അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് മലപ്പുറവും കഴിഞ്ഞ് കോഴിക്കോട് എത്തിയപ്പോഴേക്കും രാത്രിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ വന്നവരെ കണ്ട് അവർ പിക്ക് ചെയ്ത് നേരെ റൂമിലെത്തിക്കുകയും ചെയ്തു. അപ്പോഴേക്കും രാത്രി 12 മണിയായിട്ടുണ്ടായിരുന്നു. ബാക്കി നാളെ